Hello friends, welcome to 𝙑𝙗𝙗 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു എമർജൻസി ഫാനാണ്. എമർജൻസി ഫാൻ പ്ലസ് ലൈറ്റ് ആണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും എമർജൻസി ലൈറ്റ് അത്യാവശ്യം എല്ലാവരും പരിചയപ്പെടേണ്ട ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു സംഭവമാണ്, എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മൾ എമർജൻസി ഫാൻ പ്ലസ് ലൈറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ നോർമൽ എമർജൻസി ലൈറ്റിനെക്കാട്ടും നല്ല യൂസ്ഫുൾ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, പക്ഷേ ഫുൾ ചൈനീസ് ലോക്കൽ മാർക്കറ്റ് സാധനങ്ങളായിരിക്കും എല്ലാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ബ്രാൻഡഡ് കമ്പനി അത് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അത് ജസ്റ്റ് റീബ്രാൻഡഡ് പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് EcoLinkന്റെ കംഫി എന്ന് പറഞ്ഞൊരു എമർജൻസി ഫാൻ പ്ലസ് ലൈറ്റാണ്. EcoLink നിങ്ങൾക്ക് അറിയായിരിക്കും, ഫിലിപ്സിൻ്റെ ഒരു കമ്പനിയാണ്, ഫിലിപ്സിൻ്റെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഫിലിപ്സിൻ്റെ ഒരു എമർജൻസി ലൈറ്റാണ്. നമ്മൾ EcoLinkൽ നമുക്ക് നമ്മുടെ എന്താ പറയുക സ്റ്റഡി ലാമ്പ്, LED ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഒരു എമർജൻസി ഫാൻ പ്ലസ് ലൈറ്റാണത്. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് ആക്ച്വലി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അതാണ് ബാക്കിയുള്ള എല്ലാത്തിനെയും സംബന്ധിച്ചുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ 1 year വാറണ്ടി വരുന്നുണ്ട്. പോർട്ടബിൾ ആണ്, ഈസി ടു യൂസ് ആണ്, മൈക്രോ USB ചാർജിങ് വരുന്നതാണ്. നമുക്ക് ലൈറ്റും വരുന്നുണ്ട്, ഫാനും വരുന്നുണ്ട്. USB ചാർജിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നമുക്കൊരു 5 hours ഒക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും. അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എമർജൻസി പോർട്ടബിൾ USB ഫാൻ വിത്ത് ലൈറ്റ് ആണ്. റീചാർജബിൾ ലിത്തിയം അയൺ ബാറ്ററി വരുന്നുണ്ട്. 2200 mAh വരുന്നൊരു ബാറ്ററിയിൽ ബില്ലുണ്ട്. ഓവർ ചാർജ് ഡീപ്പ് ചാർജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി ലൈറ്റിൻ്റെ കൂൾ വൈറ്റിൻ്റെ കെൽവിൻ വരുന്നത് 6500 കെൽവിനാണ് വരുന്നത്. ചാർജിങ് ടൈം വരുന്നത് 6 to 8 hour ആണ്. നമുക്ക് ഡിസ്ചാർജിങ് ടൈം അതായത് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 hours ലോ സ്പീഡിലാണെങ്കിൽ 3.5 hours, മിഡിൽ സ്പീഡാണെങ്കിൽ 3 hours ആണെങ്കിൽ ഹൈ സ്പീഡിൽ കിട്ടും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞങ്ങൾക്ക് MRP വരുന്നത് 2495 രൂപയാണ്. പക്ഷേ നമുക്കിത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 1300, 1500, 400 റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ എമർജൻസി ഫാൻ, പക്ഷേ കുറച്ച് എമർജൻസി ഫാനിൻ്റെ കുറച്ച് എന്താ പറയുക നമുക്ക് ചോയ്സസ് കുറവാണ്. എന്താ വെച്ചാൽ ഹാവൽസിൻ്റെ പിന്നെ ഉണ്ട്, അതിൽ പക്ഷേ ഫാന് മാത്രമേ ഉള്ളൂ, ലൈറ്റ് ഇല്ല. പക്ഷേ അത് മെയ്ഡ് ഇൻ ചൈനയാണ്, അവർ റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ബജാജ് ഉണ്ട്. ബജാജിന് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അവരെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ലോക്കൽ ചൈനീസ് സാധനങ്ങൾ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഹോം അപ്ലയൻസസ് തന്നെ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു ഓവൻ അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് പോയ വഴി അതിനെന്നെ അറിയില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉപയോഗിക്കാണ്ട് സാധനം കേടായിപ്പോയി. എന്ന് വെച്ചാൽ നമ്മളൊരു വീക്ക്ലി 1 വട്ടം 2 വട്ടമൊക്കെ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ അത് 2 മാസമായപ്പോഴേക്കും നമുക്ക് കേടായി. വാറണ്ടി സർവീസും പണ്ടാരെ പത്തറ്റിക്കാണ്. അപ്പോൾ ഞാൻ ബജാജിൻ്റെ പ്രൊഡക്ട്സ് തീരെ റെക്കമെൻഡ് ചെയ്യില്ല. നല്ല തല്ലിപ്പൊളി സർവീസാണ്. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് ഫുള്ള് മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബോക്സാണിത്. ഞാൻ ഇത് വേണമെങ്കിൽ നമുക്ക് ബോക്സ് എന്തായാലും അടുത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് ബോക്സ് പരിചയപ്പെടാനായിട്ട് മുമ്പ് ഞാൻ എന്തായാലും ജസ്റ്റ് നമ്മൾ ആക്ച്വലി അതിൻ്റെ ഇത് ഞാൻ ഓൾറെഡി എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി 2 ദിവസം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇതാണ് ഫാൻ വരുന്നത് കേട്ടോ. ഭയങ്കര നല്ല ക്വാളിറ്റി വരുന്ന ഒരു ഗ്രേ കളർ മോഡലാണ് നമുക്ക് കിട്ടിക്കുന്നത്. ഇത് ഗ്രേയും ഉണ്ട്, വൈറ്റും ഉണ്ട്. വൈറ്റ് പക്ഷേ അത്ര അവൈലബിൾ അല്ല. നമുക്ക് 2 ബട്ടൺ ഇവിടെ എന്തായാലും ഇത് അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗീവ് അവേ വീഡിയോ നമ്മൾ റീസെൻ്റ്ലി 2-3 ഗീവ് അവേ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും കാണാത്തവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളെന്തായാലും ലാസ്റ്റായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കാണാൻ ഞാൻ എന്തായാലും നമ്മുടെ എന്താ പറയുക കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ ഷോർട്സും അതുപോലെ തന്നെ പെറ്റ്സുകളുടെയും ഒക്കെ നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഫുഡിനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ EcoLink നമ്മുടെ എമർജൻസി ഫാനിൻ്റെ ബോക്സ് കിട്ടുക. അപ്പോൾ തന്നെ മുകളിലായിട്ട് തന്നെ നമുക്ക് EcoLinkൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പടം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മോഡൽ നെയിമായിട്ടുള്ള കംഫി എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് പോർട്ടബിൾ ആൻഡ് ഈസി ടു ക്യാരി ഇൻബിൽഡ് USB ചാർജിങ്, അതുപോലെ റീചാർജബിൾ ഫാൻ ആൻഡ് എമർജൻസി ലൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. 2 കളറിൽ അവൈലബിൾ ആണ്, വൈറ്റും ഗ്രേയിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഉള്ളത് ഗ്രേ കളറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു മെൻഷൻഡാണ്. പടം കൊടുത്തിട്ടുണ്ട് നോർമൽ പോലെ തന്നെ. LED ലൈറ്റ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്, സൈലൻറ്റ് ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, ഹൈ സ്പീഡ് കൊടുത്തിട്ടുണ്ട്, USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്, 1 year വാറണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ EcoLink എന്ന് പറയുന്നൊരു ഫിലിപ്സ് ബ്രാൻഡാണ്. ശരിക്കും ആക്ച്വലി ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി എല്ലാ എമർജൻസി ഫാനും അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകിച്ച് ബജാജ്, ഹാവൽസ് ഒക്കെ ചൈനീസാണ്. എല്ലാം ജസ്റ്റ് റീബ്രാൻഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ആകെയുള്ളത് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡിലത്തെ ഒരു എമർജൻസി ഫാൻ, ഓൺലൈനല്ല ഓഫ്ലൈൻ ആയാലും എമർജൻസി ഫാൻ ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൽ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് EcoLinkൻ്റെ ഈ ഫാൻ മാത്രമേ ഉള്ളൂ. ഞാനത് ആക്ച്വലി ഒരാഴ്ച 1.5 ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ
നമ്മൾ ഫസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ എടുത്തത് കുറച്ച് മുമ്പ് നമുക്ക് കിട്ടിയത് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഈ സെക്ഷൻ എടുക്കുന്നത് അത്യാവശ്യം ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്, അത്യാവശ്യം നമ്മുടെ റേഞ്ചിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മീറ്ററിനൊക്കെ നമുക്ക് അതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് കറണ്ട് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് ഫുൾ സ്പീഡിൽ കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ. ഞാൻ ആക്ച്വലി ഉപയോഗിച്ച് നോക്കി. നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ നല്ല മഴയും സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മഴ കറണ്ട് പോയതിനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും മാനുഫാക്ചറിങ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നെയിമായിട്ട് EcoLink കോംഫി റീചാർജബിൾ ഫാൻ ഗ്രേ എന്ന് കൊടുത്തിട്ടുണ്ട്. MRP വർത്തിക്കുന്നത് 2495 രൂപയാണ്. പക്ഷേ നമുക്ക് ബൈങ് പ്രൈസ് വരുന്നത് 1500 താഴെ, ഒരു 1496 ഇഞ്ചൊക്കെ വരുന്നത്. ശരിക്കും 1300 കൊടുത്തേക്കുന്നത്. പ്ലസ് ഒരു ഡെലിവറി ചാർജ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1500 തന്നെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ആമസോണിൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. എനിക്കിത് ആക്ച്വലി 2 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണത്. മാനുഫാക്ചർഡ് ബൈ സിഗ്നിഫി ഇന്നോവേഷൻ ഇന്ത്യ ലിമിറ്റഡ്. മുംബൈൻ്റെ പേര് ഫിലിപ്സ് ലൈറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡ് എന്നായിരുന്നു. ഇപ്പോൾ അത് ഇങ്ങനത്തെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സൈസും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാം. ലെങ്ത്ത് വരുന്നത് 150 mm ആണ്, വിഡ്ത്ത് 60 mm ആണ്, ഹൈറ്റ് 218 mm ആണ് വരുന്നത് കേട്ടോ. റീറ്റെയിൽ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ റീറ്റെയിലായിട്ട് ഉപയോഗിക്കാം, സ്മോൾ ഷോപ്പിലൊക്കെ ഉപയോഗിക്കാം, ഹോം ഓഫീസിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടി എക്സ്ട്രാ വേറെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി പോർട്ടബിൾ USB ഫാൻ, അതുപോലെ തന്നെ റീചാർജബിൾ ലിഥിയം ബാറ്ററി 2500 mAh കൂടി കൊടുത്തിട്ടുണ്ട്. ഓവർ ചാർജ് ആൻഡ് ഡീപ്പ് ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ. എമർജൻസി ലൈറ്റ് 60 IM ആണ്. കൂൾ വൈറ്റ് വരുന്നത് 6500 കെൽവിനാണ്. ചാർജിങ് ടൈം അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് ആകെ തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം ചാർജിങ് ടൈം എടുക്കുന്നുണ്ട്. ഓൾറെഡി മെൻഷൻ ആയതുപോലെ തന്നെ 6 to 8 മണിക്കൂർ എടുക്കുന്നുണ്ട്. 5 watt 1 ആംപിയറിനാണ് USB നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല, അതൊരു നെഗറ്റീവാണ്. പിന്നെ ഡിസ്ചാർജിങ് ടൈം പറയുന്നത് 3 മണിക്കൂറാണ് ഹൈ സ്പീഡിൽ പറയുന്നത്, 3.5 മണിക്കൂർ മിഡിൽ സ്പീഡിലും, അതുപോലെ തന്നെ 5 മണിക്കൂർ ലോ സ്പീഡിലും കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് ഫ്ലോയിൻ്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്. 3 മോഡുണ്ട് എല്ലാത്തിനും. ലൈറ്റിനും 3 മോഡുണ്ട്, സ്പീഡിനും 3 മോഡുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ബോക്സ് ചെറുതായിട്ട് ഡാമേജ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി റീപ്ലേസ് ചെയ്യാൻ നോക്കി. അപ്പോൾ അവർ പറഞ്ഞ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തില്ല. ഫാൻ നല്ല കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഫാൻ അടുത്തായിട്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റിയും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആക്ച്വലി ഞാൻ ഉപയോഗിച്ചു അത്യാവശ്യം. അപ്പോൾ നമുക്ക് 2 സ്വിച്ച് താഴെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും വൈറ്റ് പ്രിഫർ ചെയ്യില്ല, ഗ്രേ കുറച്ചുകൂടി നല്ലതെന്ന് കേട്ടോ. എന്ന് വെച്ചാൽ അത്ര ഗ്രേ ഒന്നും അല്ല, ഒരു ലൈറ്റും ഗ്രേ, ഒരു ലൈറ്റ് കളർ വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഗ്രേ ആണ്. ഇതാണ് നമ്മുടെ വൈറ്റ് കളർ വരിക. അപ്പോൾ അത്രയ്ക്കൊരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ഒരു ഫാനിൻ്റെ ബട്ടൺ ഉണ്ട്. ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സിംഗിൾ മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ് കണ്ടു. തേർഡിൽ നല്ല കാറ്റുണ്ട്. ഞാൻ എന്തായാലും മൈക്കിൻ്റെ അടുത്തേക്ക് ആക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസ്റ്റ് കേൾക്കുന്നതായിരിക്കും. അടുത്ത മോഡിൽ ഇത് ഓഫ്. പിന്നെ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഫുൾ ബ്രൈറ്റ്, സെക്കൻഡ്, തേർഡ് ഡിം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതായി വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് എന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു എന്താ പറയുക QR കോഡ് കൊടുത്തിട്ടുണ്ട്. EcoLink കോംഫി റീചാർജബിൾ ഫാൻ ഗ്രേ, 5 watt 1 ആംപിയർ, പവർ 1.5 watt ഉള്ളൂ, മെയ്ഡ് ഇൻ ഇന്ത്യ, മാനുഫാക്ചർ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോർട്ടബിൾ ഫാൻ നമ്മുടെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് ഒരു USB മൈക്രോ USB, അതൊരു വേറെ നെഗറ്റീവാണ്. മൈക്രോ USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ LED ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ഫുൾ ചാർജ് ആയ ഇൻഡിക്കേറ്റർ കിട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ചാർജിങ് മോഡ് വരുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡ് എക്സ്ട്രാ ഒരു ഫിറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഉരുളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ. പക്ഷേ നമുക്കിതിൽ കുളത്തിരാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുളത്തിരൊക്കെ ചെയ്യാം, കുഴപ്പമില്ലാണ്ട് കുളത്തിരാനൊക്കെ പറ്റും. ഒരു സ്ക്രൂ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഊരെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കണ്ടു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. ഞാൻ പറഞ്ഞപ്പോൾ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്നാലും ഒരു എമർജൻസി ഫാൻ കുറച്ച് കാലമായി നോക്കുന്നു. നമ്മളിതിനു മുമ്പ് എന്താ പറയുക ഗീക്കിൻ്റെ നമ്മൾ പരിചയമുണ്ട്. ഗീക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നല്ലൊരു ബ്രാൻഡഡ് കമ്പനി നോക്കിയിട്ടാണ് ലാസ്റ്റ് EcoLinkൽ എത്തിയത്. നമ്മൾ EcoLinkലിന് മുമ്പ് എമർജൻസി അല്ല, നമ്മുടെ എന്താ ടേബിൾ ലാമ്പൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബഡ്ജറ്റിൽ വരുന്നൊരു നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ നമ്മുടെ ഈ ചാനലിൻ്റെ സെക്ഷനിൽ പോയി ചാനൽസിൽ നോക്കിയാൽ മതി. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാം. അപ്പോൾ അത് ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളതിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ പെറ്റ്സിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഷോർട്സ് ഇടുന്നതാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, കോൺടാക്ട് ചെയ്യുക. നമ്മൾ എല്ലാത്തിലും യൂട്യൂബിൽ തന്നെ നമ്മൾ എല്ലാത്തിനും കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊരു ഫസ്റ്റ് ആയിട്ടൊരു പോളിസി പോലെ അത് കൊണ്ടുപോകുന്നതാണ്. നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.